വിഖ്യാത ചിത്രകലാകാരൻ രാജാ രവിവർമ്മയുടെ 177ാമത് ജന്മദിനാഘോഷം ജന്മനാടായ കിളിമാനൂരിൽ സംഘടിപ്പിച്ചു. കിളിമാനൂർ കൊട്ടാരത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ സാമൂഹിക, രാഷ്ട്രീയ, സിനിമാ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ജന്മദിനാഘോഷം ഉദ്ഘാടനം ആറ്റിങ്ങൽ MLA OS അംബിക നിർവഹിച്ചു. പരിപാടിയുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കായുള്ള ചിത്രരചനാ കളരി സംഘടിപ്പിച്ചു. വരകളുടെ തമ്പുരാനായ രാജാ രവിവർമ്മയുടെ 177ാം ജന്മദിനാഘോഷം രവിവർമ്മയുടെ ജന്മനാടായ കിളിമാനൂർ കൊട്ടാരത്തിൽ നടന്നു. പാലസ് ട്രസ്റ്റും കുടുംബാംഗങ്ങളും ചേർന്നാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. പാലസ് ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി രാമവർമ്മ തമ്പുരാൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ട്രസ്റ്റ് പ്രസിഡന്റ് K ദിവാകരവർമ്മ അധ്യക്ഷത വഹിച്ചു. ചടങ്ങ് ആറ്റിങ്ങൽ MLA OS അംബിക ഉദ്ഘാടനം ചെയ്തു. പുതിയ തലമുറ നമ്മുടെ നാടിനെയും ചരിത്ര പ്രാധാന്യമുള്ള മണ്ണിനെക്കുറിച്ചും പഠിപ്പിക്കുവാൻ അധ്യാപകരെയും അഭ്യർത്ഥന നടത്തുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ OS അംബിക പറഞ്ഞു. പുതിയ തലമുറ കാലഘട്ടത്തിനനുസരിച്ച് ഇന്ന് നമുക്കിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, ഇവിടെ എല്ലാവരും രാജാ രവിവർമ്മയുടെ 177ാം ജന്മദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ നാടെമ്പാടും പുതിയ തലമുറയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന മാരകമായ ഓരോ വിഷങ്ങൾ നമ്മുടെ തലച്ചോറിനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കവികളുടെയും അല്ലെങ്കിൽ നമ്മുടെ നാട് ഒരുമിച്ച് ചേർന്ന് ഈ നാടിൻ്റെ പ്രാധാന്യത്തെ രാജാ രവിവർമ്മയുടെ ഈ നാടിൽ ഈ പാദസ്പർശനമേറ്റ ഭൂമിയിൽ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും എത്തിച്ചുള്ള പ്രശസ്ത കവികൾ നമ്മുടെ പുതിയ തലമുറ ഒക്കെ ഇവിടെ എത്തപ്പെട്ടിട്ടുണ്ടെന്ന് പറയാൻ വളരെയേറെ സന്തോഷമാണ്. ഞങ്ങൾ പുതിയ തലമുറയോട് ഇത്തരത്തിൽ ഇപ്പം ഇവിടെ ഈ കിളിമാനൂർ പാലസ് ട്രസ്റ്റിൻ്റെ കീഴിൽ ഇപ്പം ചിത്രങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഷാജി ഇവിടെ നമ്മളിവിടെ അടുത്ത് നിൽപ്പുണ്ട്. ഞാൻ അവരോട് പറയും, ഇത് പോരാ, പുതിയ തലമുറയെ നമ്മുടെ നാടിൻ്റെ ചരിത്രത്തെയും ചരിത്ര പ്രാധാന്യമുള്ള മണ്ണിനെയും കുറിച്ച് പഠിപ്പിക്കുവാൻ അധ്യാപകരോടും രക്ഷിതാക്കളോടും കൂടി അഭ്യർത്ഥന നടത്തുകയാണ്. കാരണം ഈ കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ആപത്തുകൾ വളരെയേറെ വേദന ഉളവാക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. അതിന് ഗവൺമെൻറ്റും സാഹിത്യ പ്രവർത്തകരും പ്രസൻസുകാരും നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാരവാഹികൾ ഉൾപ്പെടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാലം കഴിയുന്തോറും ആ ക്യാൻവാസിന്റെ വിലമതിക്കാനാവാത്ത തലങ്ങളിലോട്ട് നമ്മെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണമെന്ന് ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് പറഞ്ഞു. ഈ കൊട്ടാരത്തിൻ്റെ പരിസരവും പിന്നെ ഓരോ മുറികളും നമ്മുടെ രാജാ രവിവർമ്മ ജീവിച്ച് തീർത്ത സമയവും എല്ലാം തന്നെ നമ്മൾ ഓരോ നിമിഷം ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ സ്ഥലം ഒരു വലിയ സംഭവമായി മാറിത്തീരേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്ന് കൂടി ഓർമ്മിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമുണ്ട്. പലപ്പോഴും നമുക്കറിയാം, ഇന്ന് രാജാ രവിവർമ്മയുടെ പെയിൻറ്റിങ്ങുകൾ അന്നെല്ലാം ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി താമസിക്കും, വർക്ക് ചെയ്യും, അവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്കറിയില്ല അവരെത്രമാത്രം അതിൻ്റെ ഒരു കലാമൂല്യം മനസ്സിലായിട്ടുണ്ടായിരുന്നിരിക്കാം എന്നുള്ളത്. ഇന്ന് പക്ഷേ ഓരോ ഓപ്ഷൻ ഹൗസിൻ്റെയും ഓരോ കല വാങ്ങുന്നവരുടെയും കൊമേഴ്ഷ്യൽസിൻ്റെ ഒക്കെ തന്നെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് രാജാ രവിവർമ്മ എന്ന് പറയുന്നത്. കാരണം കാലം പോകുന്തോറും ഓരോ വർഷം കഴിയുന്തോറും ആ ക്യാൻവാസിൻ്റെ വിലമതിക്കാനാവാത്ത തലങ്ങളിലോട്ട് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ശാസ്ത്ര തേജസ് വെടിഞ്ഞ് കൊട്ടാര പടവുകൾ ഇറങ്ങി ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളെ വരച്ചുകൊണ്ടുണ്ടാക്കിയ മാറ്റമാണ്. ദൈവങ്ങളെ മനുഷ്യരെ പോലെ വരച്ചതുകൊണ്ടാണ് ക്ഷേത്രപ്രവേശനമെന്ന ആശയം തോന്നി തുടങ്ങിയതെന്നും ലളിതകലാ അക്കാദമി സെക്രട്ടറി ABN ജോസഫ് പറഞ്ഞു. ജന്മം കൊണ്ട് ക്ഷത്രിയനായ ഒരാൾ ക്ഷാത്ര തേജസ് വെടിഞ്ഞ് കൊട്ടാരപ്പടവുകളിറങ്ങി ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളെ വരച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഒരു മാറ്റമാണ്. ദൈവങ്ങളെ മനുഷ്യരെ പോലെ വരച്ചതുകൊണ്ടാണ് ക്ഷേത്രപ്രവേശനമെന്ന ആശയം കേരളത്തിന് തോന്നിത്തുടങ്ങുന്നത്. ആദ്യം ഒരു തോന്നലായി, ഒരു തീപ്പൊരിയായി, പിന്നത് ജ്വാലയായി പടർന്നത്. അതിൻ്റെ ആദ്യ കാരണമെന്നത് രവിവർമ്മ സ്വന്തം ജീവിതം കൊണ്ട് കാട്ടിത്തന്ന ഒന്നാണ്. കിളിമാനൂർ കൊട്ടാരം കുടുംബാംഗം പരാതനായ ആർട്ടിസ്റ്റ് മാലതിഭായ് തമ്പുരാട്ടി വരച്ച ആർട്ടിസ്റ്റ് കിളിമാനൂർ ഷാജി പുനരുദ്ധാരണം നടത്തിയ ഛായാചിത്രങ്ങളുടെ അനുച്ഛാദനം ചടങ്ങിൽ നിർവഹിച്ചു.
തുടർന്ന് നിരവധി കലാകാരന്മാരും കലാകാരികളും കൊട്ടാരമുറ്റത്ത് രാജാ രവിവർമ്മയുടെ ചിത്രങ്ങൾ ക്യാൻവാസുകളിൽ പകർത്തി. ദൃശ്യ ജിതേന്ദ്രൻ, M5 ന്യൂസ്, തിരുവനന്തപുരം.